മോളെ, കണ്ണേട്ടം പ്രേമിക്കുമെന്ന് പറഞ്ഞാൽ പ്രേമിച്ചിരിക്കും. എൻ്റെ പിള്ളേരുടെ അമ്മയാകാൻ നീ റെഡിയാണോ? അയ്യേ, ചെ 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 ചെ, മോശം, ഭയങ്കര മോശം. അയ്യേ, ഇത് വേണ്ട. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിന് നൽകാൻ വേണ്ടിയിട്ട് പ്രണയം തയ്യാറാക്കിയാണ്. അവിടെ എന്താണ് ഒരു പെൻഡ്രൈവിലേക്ക് ആക്കാനൊക്കെയുള്ള പുറപ്പാടാണ് പുള്ളിക്കാരൻ. പക്ഷേ എത്രയൊക്കെ ടേക്ക് എടുത്തിട്ട് പുള്ളിക്കാരനെ കൊണ്ട് ഒക്കുന്നില്ല, എന്നെ പോലെ തന്നെ. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതേക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ 20-ാം തീയതിയിലെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ ഫസ്റ്റില് നമ്മുടെ ഗീതുവാണ് പ്രണയലേഖനം. പുള്ളിക്കാരത്തി എഴുതുകയാണ്, പേന വെച്ചിട്ട് പേപ്പറിൽ എഴുതുകയാണ് പുള്ളിക്കാരത്തി. നമ്മുടെ എന്താണ് പഴയകാല പ്രണയലേഖനം തയ്യാറാക്കുകയാണ് നമ്മുടെ ഗീതു. ഞാനീ എഴുതുന്നത് പേപ്പറിലല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. ഈ മഷി എൻ്റെ പ്രണയത്തിൻ്റെ അയ്യേ, വേണ്ട വേണ്ട, ചേ, ഭയങ്കര മോശം. ഇത് ഭയങ്കര വളച്ചിട്ടായിപ്പോയി. ഇങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല, പച്ചയ്ക്ക് പറയണം, എന്നാൽ മാത്രമേ അങ്ങോട്ട് കയറത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഗീതു പ്രണയലേഖനം തയ്യാറാക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അതേസമയം മറുവശത്തിരുന്നിട്ട് കാറിനുള്ളിലിരുന്നിട്ട് ഗോവിന്ദ് തയ്യാറാക്കുകയാണ് പ്രണയലേഖനം. ഗോവിന്ദ് പറയുകയാണ്, നീ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നപ്പോഴും പ്രണയം തുറന്നു പറയാൻ സാധിക്കാത്ത ഹതഭാഗ്യനാണ് ഞാൻ. ഹതഭാഗ്യനാ? ഛേ, അയ്യേ, മോശം. അയ്യേ, പിച്ചക്കാരനോ ഹതഭാഗ്യൻ? അയ്യേ, വേണ്ട വേണ്ട വേണ്ട. എടി മോളെ, കുറച്ച് ന്യൂജനായിട്ട് പറയാം. എടി മോളെ, കണ്ണേട്ടം പ്രേമിക്കുമെന്ന് പറഞ്ഞാൽ പ്രേമിച്ചിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ തള്ളയാവാൻ നീ റെഡിയാണോ? അയ്യേ, വേണ്ട വേണ്ട, ലോക്കൽ, ഇത് വെറും ലോക്കലായിപ്പോയി. ചെ 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 ചെ, വേണ്ട വേണ്ട. പിന്നീട് ഇനി എന്ത് പറയണം? നിന്നെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. നിന്നെ എന്ത് വിളിക്കണമെന്ന് അറിയുമെങ്കിൽ നീ ആരാണെന്നറിയണം. ശരിക്ക് പറഞ്ഞാൽ നീ ആരാണ്? നീ ഒരിക്കലുണ്ടാക്കിയ ഒരു കോണ്ടാക്റ്റിൻ്റെ പേരിലാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരിക്കലും പിരിയാനാവാത്ത വിധം. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ എന്താണ് ഫോണിൽ ഇങ്ങനെ എടുക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഗീതുവിനോട് എന്ത് പറയണം എന്നുള്ളത് പുള്ളിക്കാരൻ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഡയലോഗുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് ഗോവിന്ദിൻ്റെ വായിലേക്ക്. അതേസമയം നമ്മുടെ ഗീതു ആണെങ്കിൽ ഇങ്ങനെ പ്രണയം കെട്ടുകളിലാക്കി ഇങ്ങനെ എഴുതി സെറ്റാക്കി കുറേ പേപ്പറിലൊക്കെ ആക്കി എടുക്കുകയാണ്. ഗോവിന്ദിൻ്റെ പ്രണയം പെൻഡ്രൈവിലും ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു എന്ത് ചെയ്തെന്നോ, ഈ എഴുതിയ ലെറ്ററൊക്കെ ഓരോന്നും ഓരോ സ്ഥലത്തായിട്ട് ഒളിപ്പിക്കുകയാണ്. ഒരെണ്ണം ഫയലുകളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഗോവിന്ദിൻ്റെ ഫയൽ എടുത്തിട്ട് അതിനകത്തേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഒരെണ്ണം കൊണ്ടുപോയിട്ട് കുറച്ച് ഫ്ലവർ വേഴ്സൊക്കെ മേടിച്ച് പുള്ളിക്കാരത്തി അവിടെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. മുറിയിൽ മുഴുവൻ ഒരു വയലറ്റ് വെളിച്ചമാണ്. അങ്ങനെ നമ്മുടെ ആ ഫ്ലവർ വേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ടെഡി ബിയർ വെച്ചിരിക്കുകയാണ്. ആ ടെഡി ബിയറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ലെറ്റർ ടെഡി ബിയറിൻ്റെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗീതു ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും ഇത് കണ്ണേട്ടം കണ്ട അടിപൊളിയായിരിക്കും, എന്തായാലും നല്ല സെറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഗീതു ദൂരേക്ക് നിന്ന് നോക്കുകയാണ്. എന്തായാലും ഇപ്പം അടിപൊളിയായിട്ടുണ്ട്, യെസ് എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് എഴുതിയ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഗീതു കട്ടിലിൻ്റെ മെത്ത പൊക്കിയിട്ട് അതിൻ്റെ അടിയിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്, ഗോവിന്ദ് കാണത്തക്ക രീതിയിൽ. അതിനുശേഷം ഗീതു എന്ത് ചെയ്തെന്നോ, ഒരു ബോർഡ് ഇങ്ങനെ എടുത്തിട്ട് വാഷ്റൂം ഒരു ഇത്രയുള്ളൊരു ചെറിയൊരു ബോർഡ്, ഒരു വൈറ്റ് പേപ്പറിനകത്ത് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് വാഷ്റൂം എന്ന് എഴുതിയിരിക്കുന്നു. ഒരു ആരോ മാർക്കും കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് കയ്യിലെടുത്തിട്ട് ഇത് എവിടെ കൊണ്ടുവന്ന് വെക്കണം എന്ന് ഗീതു ഇങ്ങനെ ആലോചിക്കണം. ഇത് കണ്ണേട്ടൻ ഇതെല്ലാം വർക്കൗട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ വാഷ്റൂമിൽ വെക്കുന്ന ഈ സംഭവത്തിൽ കണ്ടാൽ മാത്രമേ ബാക്കി എല്ലാം വർക്കൗട്ട് ആവൂ. കാരണം പുള്ളിക്കാരൻ ആദ്യം വാഷ്റൂമിൽ വന്നാൽ മാത്രമേ എൻ്റെ ഡോറ ബുജി പ്ലാനിങ് വർക്കൗട്ട് ആവൂ എന്നാണ് ഗീതു പറയുന്നത്. എന്നിട്ട് ഗീതു ഈ എഴുതിയ ബോർഡ് കൊണ്ടുവന്ന് വാഷ്റൂമിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ആരോ മാർക്കും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഗീതു വായിക്കുകയാണ്. ബോർഡ്, വാഷ്റൂം, പിന്നെ ഫ്ലവർ വേസ്, ബെഡ്, അലമാരയിൽ എൻ്റെ പ്രണയം എന്നിങ്ങനെ പറയുകയാണ് ഗീതു. അതിനുശേഷം അതേസമയം ഗോവിന്ദ് കാറിലിരുന്നിട്ട് പറയണേ, ഞാൻ കാത്തിരുന്ന എൻ്റെ പ്രപ്പോസൽ സീൻ ഇന്ന് എല്ലാം വർക്കൗട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയണേ, ഇന്ന് ഞാൻ പൊളിക്കും
എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരെ തന്നെയാണ് കുറേ സമയം കൊണ്ട് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ അയ്യപ്പൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അയ്യപ്പൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞേ എത്ര നേരമായി മനുഷ്യ നിങ്ങൾ തിന്നാൻ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? നിങ്ങൾ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു? ഇങ്ങനെയുണ്ടോ ഒരു തീറ്റി എന്നിങ്ങനെ ചോദിക്കണേ ഗോവിന്ദ്. അപ്പോൾ ചോദിക്കണേ, അല്ല കുഞ്ഞേ എങ്ങനെയാ ഗീതു മോളോട് പ്രണയം അറിയിക്കുക? വല്ലതും പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഒരു പെൻ ഡ്രൈവ് എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് അയ്യപ്പനെ. എന്നിട്ട് പറയണ, കണ്ടില്ലേ അയ്യപ്പേട്ട, ഇതിനകത്തുണ്ട് എൻ്റെ ഹൃദയം. ഇതുണ്ടല്ലോ, ഇത് കിട്ടും ഗീതുവിൻ്റെ കയ്യിൽ. ഇതെങ്ങനെ കിട്ടാനാണ്? നേരിട്ട് കൊണ്ട് കൊടുക്കുമോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പെൻ ഡ്രൈവ് ഈ കാറിനകത്ത്, ഗീതുവിൻ്റെ കാറിനകത്ത് വെക്കും. കാര്യം എന്താണെന്ന് അറിയാമോ അയ്യപ്പേട്ട? ഇന്നാളൊരു ദിവസം ഗീതു എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗീതുവിന് കുറച്ച് നല്ല പാട്ടുകൾ പെൻ ഡ്രൈവിലാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ഈ പെൻ ഡ്രൈവിലെല്ലാം ഉണ്ട്. ഈ പെൻഡ്രൈവിലിരിക്കുന്ന പാട്ട് ഗീതുമോക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഗീതുമോൾ അറിയുന്നത്? എൻ്റെ അയ്യപ്പേട്ട മണ്ട, ഈ പെൻഡ്രൈവിലുള്ളതേ മുഴുവനും പാട്ടൊന്നുമല്ല, ഫസ്റ്റ് ഒരു പാട്ടുണ്ട്. അതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് ഗീതുവിന് കേൾക്കാൻ പറ്റും. അപ്പോൾ ഗീതുവിന് എല്ലാം മനസ്സിലാവും. അപ്പോൾ ഉടനെ അയ്യപ്പൻ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ പാട്ട് അത് ഏത് പാട്ടാ? അതിപ്പോൾ നിങ്ങൾ അറിയേണ്ട മനുഷ്യൻ, നിങ്ങളിപ്പോൾ എന്തിനാണ് അതൊക്കെ അറിയുന്നത്? എന്നാലും പറ കുഞ്ഞേ. അതെ, ഞാനും ഗീതുവും കൂടി പണ്ട് വനത്തിൽ അകപ്പെട്ടു പോയിരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഗീതുവിന് പാടിക്കൊടുത്ത പാട്ടാ. അതേത് പാട്ടാ കുഞ്ഞേ? അതിപ്പോൾ നിങ്ങൾ അറിയണ്ട ആ പാട്ടൊന്നും എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് ഗീതു ആണെങ്കിലുണ്ടല്ലോ, നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വെളിച്ചം, റൂം നിറച്ച് നമ്മളെ എന്താണ് വയലറ്റ് വെളിച്ചം. അങ്ങനെ അവിടെ കിടന്ന് ഭയങ്കര സന്തോഷം ഗീതു. അങ്ങനെ ഗീതു മുറിയിൽ കിടന്ന് ഭയങ്കര ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരത്ത് ഭയങ്കര ഡാൻസ്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് വരികയാണ്. കാഞ്ചന ഇങ്ങനെ നോക്കുകയാണ്, ഗീതു പാപ്പയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഗീതു പാപ്പയ്ക്ക് ഇത് എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന നിൽക്കുകയാണ്, ഗീതു പാപ്പ എന്താ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്ത് ചെല്ലുകയാണ്. നമ്മുടെ ഗീതു നേരെ കാഞ്ചനയെ കൂടി പിടിക്കുകയാണ്. എന്നിട്ട് കാഞ്ചനയും കൂടി കൊണ്ട് ഗീതു ഡാൻസ് കളിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാഞ്ചനയുടെ കൈകളിൽ കോർത്ത് വെച്ചിട്ട് ഗീതു ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ കാഞ്ചന ചോദിക്കുകയാണ്, അല്ല ഗീതു പാപ്പ, റൊമാൻസ് ഇപ്പോൾ വൈറലായോ, അല്ല വയലൻസ് ആയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഗീതു പറയണ, അതേ കാഞ്ചനക്ക വയലൻസ് ആയി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ്. രണ്ടുപേരും ഭയങ്കര ഡാൻസും കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങളും അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കാഞ്ചന പറയുകയാണ്, ഗീതു പാപ്പ വയലൻസ് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. ആര് വന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഡാൻസ് കളിച്ച് തന്നെ ഗീത് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാഞ്ചന പറയണ, ഇല്ലേ എന്താണ് ഇല്ല പാട്ടുകാരി ഒക്കെ ഇല്ലേ അവർ വന്നാച്ച് എന്നിങ്ങനെ പറയണേ. പാട്ടുകാരിയോ? ഏത് പാട്ടുകാരി? അത് പോപ്പ് മ്യൂസിക്, അതായത് പോപ്പ് മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത് നമ്മുടെ കാഞ്ചന പറയുന്നത്. പോപ്പ് സിംഗർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ ചോദിക്കുകയാണ്, ആര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണം, അവരുടെ പേരെന്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ കാഞ്ചന. അവസാനം ഒടുവിൽ പറഞ്ഞു വരികയാണ്, വിജയലക്ഷ്മിയാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഗീതു കയ്യങ്ങ് വിടുകയാണ്. എന്നിട്ട് ചോദിക്കണേ, വിജയലക്ഷ്മി അമ്മ ഇവിടേക്ക് വന്നോ? അതേന്നേ ഇവിടെ വന്നു. എങ്കിൽ അക്ക ഇവിടേക്ക് ഞാൻ പോണു എന്ന് പറഞ്ഞ് ഗീതു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പോയ പോക്കിന് എന്നെ കറണ്ടടിച്ച കണക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് ഗീതു മൊബൈൽ കയ്യിലെടുക്കണം. എന്നിട്ട് വേണം, അതേ വിജയലക്ഷ്മി അമ്മ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ വേണം, അല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു താഴേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കാഞ്ചന ചിന്തിക്കുകയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്? വിജയലക്ഷ്മി അമ്മ വരുമ്പോൾ ഗീതു പാപ്പയുടെ കയ്യിൽ ഫോണില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ വിജയലക്ഷ്മി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധികയും മകനും കൂടി അവിടെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ രാധിക ചോദിക്കുകയാണ്, എന്താടി നിനക്കിവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുണും ഉണ്ട്. അപ്പോൾ വരുണും നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ ചോദിക്കുകയാണ്, അനുവാദമില്ലാതെ വന്നവർക്ക് അകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ലാതെ വന്നവർക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ വിജയലക്ഷ്മി പറയാണ്, എടി നിന്നെപ്പോലെ ആരെയും വശീകരിച്ച് അകത്ത് കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വരുൺ അതിൻ്റെ ഇടയ്ക്ക് കയറുകയാണ്. വരുൺ പറയാണ്, എന്താ നിങ്ങൾ പറയുന്നത്?
ഇറങ്ങി ഇവിടെ നിന്ന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വിജയലക്ഷ്മി പറയണേ, ഹേടാ ചെറുക്ക, നീ എൻ്റെ മുന്നിൽ നിവർന്ന് നിന്ന് സംസാരിക്കാറായില്ല, മാറടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വരുൺ ആകെ എന്താണ് പറയുന്നത്, ചീറിപ്പാഞ്ഞടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്, രഞ്ജു വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ വരുൺ ചോദിക്കുന്നത്, നിങ്ങളെ ആരാ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, ഗീതു ആണോ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ രാധികാമ്മയും ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അറയ്ക്കൽ വീട്ടിൻ്റെ പടി കിടന്ന് വന്നത്, ഗീതു ആണോ അതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ രഞ്ജു പറയുകയാണ്, ഗീതു അല്ല, ഞാൻ വിളിച്ചിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുകയാണ്. ഇത് എൻ്റെ അമ്മ, ഞാൻ വിളിച്ചിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ രാധികമ്മ ചോദിക്കണം, അത് പറയാൻ നിനക്ക് എന്താടി അവകാശം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ രഞ്ജി ചോദിക്കണം, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. ഗീതുവിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ട്. അപ്പോൾ ഗീതു വന്നിട്ട് ചോദിക്കണേ, എന്താ ഇവിടെ കാര്യം, ആഹാ അമ്മ ഇത് എപ്പോഴാണ് എത്തിയത്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ അമ്മ വന്നത്, അമ്മ അകത്തേക്ക് വാ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയണം, എനിക്ക് അങ്ങോട്ടേക്ക് വരാനുള്ള അനുവാദമൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലെന്ന്, ദേ നോക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗീതു വയ്ക്കണം, രാധികാമ്മ അങ്ങനെ പറഞ്ഞോ, രാധികാമ്മ അങ്ങനെ പറയില്ല, രാധികാമ്മ ഈ വീട്ടിലെ കുലസ്ത്രീയാണല്ലോ, ഈ വീട്ടിൽ വരുന്നവരെയൊക്കെ ആദരിച്ച് അകത്തേക്ക് കയറ്റുന്നത് രാധികാമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അതിഥി ദേവോ ഭവ, ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അറയ്ക്കൽ തറവാട്ടുകാർ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ, അതായത് ഈ കുടുംബത്തിലെ നാഥയായ രാധികാമ്മ വേണം അറയ്ക്കൽ വീട്ടിലേക്ക് വിജയലക്ഷ്മിയമ്മയെ ആനയിച്ചകത്തേക്ക് കൊണ്ടുപോകാനെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കണ്ണ് രണ്ടും ഇങ്ങനെ തള്ളി വെക്കുകയാണ് നമ്മുടെ രാധികാമ്മ. അപ്പം തന്നെ വിജയലക്ഷ്മി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ഗീതുവിനെ. അപ്പം തന്നെ ഗീതു പറയണം, അവർ തന്നെ കയറ്റേണ്ടത്, മിണ്ടാതിരിക്കുക, നിങ്ങളെ എന്നേക്കുമായിട്ട് ഇങ്ങോട്ട് കയറ്റാനാണ് എൻ്റെ ഒരു ശ്രമം എന്നിങ്ങനെ പറയുകയാണ്. രാധിക കേൾക്കാതെ പറയുകയാണ്. അപ്പോൾ ഉടനെ രാധിക പറയണം, നടക്കില്ല, ഇതൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു മൊബൈലെടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് പറയണേ, വേണമെങ്കിൽ വേണ്ട, ഇവർ പൊയ്ക്കോട്ടെ, പിന്നെ എന്താണ് കണ്ണേട്ടൻ ഇതിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചു കൊടുക്കാനുണ്ടല്ലോ കണ്ണേട്ടന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വരുൺ ചീറയാണ്. വരുൺ പറയണം, അയച്ചു കൊടുക്കടി, എന്തെങ്കിലും നിനക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ നീ അയച്ചു കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. കാരണം തലേ ദിവസം കിഷോർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗീതുവിൻ്റെ കയ്യിൽ രാധികാമ്മ സംസാരിച്ച വീഡിയോ മാത്രമേ ഉള്ളൂ, സുവർണയുടേതും വരുണിൻ്റെതും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യം കൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ വരുൺ. അപ്പോൾ തന്നെ രാധികാമ്മ പറയണേ, വരുൺ മിണ്ടാതിരിക്കുക, മാറി നിൽക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗീത് പറയുകയാണ്, കണ്ടില്ലേ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ രാധികാമ്മയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മൊബൈലിൽ ഞാൻ കണ്ണേട്ടിനെ ഒന്നും അയച്ചൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, വേണ്ട, ഇവരെ ഞാൻ തന്നെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ പറയാണ്. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എപ്പിസോഡ് തീരുകയാണ്. എന്തായിരുന്നാലും ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.